നമസ്കാരം. ഇന്ത്യയിൽ ഓരോ വേനൽക്കാലത്തും ഉഷ്ണതരംഗങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് സൂര്യാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു. ശരീര താപനില സുരക്ഷിത പരിധി വിട്ടുയരുമ്പോഴാണ് സൂര്യാഘാതം സംഭവിക്കുന്നത്. ആശയക്കുഴപ്പം, അപസ്മാരം, മരണം എന്നിവയ്ക്ക് വരെ ഇത് കാരണമാകാം. കഠിനമായ ചൂടിൽ ഈ അപകട സാധ്യത കുറയ്ക്കാൻ ലളിതമായ ചില ദിനചര്യകൾ സഹായിക്കും. ഉഷ്ണതരംഗ സമയങ്ങളിൽ രാവിലെ 11 മുതൽ വൈകുന്നേരം 4 മണി വരെ വീടിനുള്ളിൽ തന്നെ കഴിയാൻ ശ്രമിക്കുക. വ്യായാമങ്ങളും അത്യാവശ്യ യാത്രകളും അതിരാവിലെയോ വൈകുന്നേരമോ ആസൂത്രണം ചെയ്യുക. സാധിക്കുമെങ്കിൽ ഫാനുകൾ, കൂളറുകൾ, എയർ കണ്ടീഷണറുകൾ എന്നിവ ഉപയോഗപ്പെടുത്തുക. ഉച്ച സമയങ്ങളിൽ ചൂട് വീടിനകത്ത് കടക്കാത്ത വിധം കർട്ടനുകൾ അടച്ചിടുക. പുറത്തു പോകുമ്പോൾ തണലുള്ളതോ നല്ല വായുസഞ്ചാരമുള്ളതോ ആയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. യുവജനങ്ങളെ സൂര്യാഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ നിർജ്ജലീകരണം തടയുന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കുന്നതിന് പകരം കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടെ കുടിക്കുക. പകൽ സമയത്ത് മൂത്രത്തിന് ഇളം മഞ്ഞ നിറം ഉറപ്പാക്കണം. അമിതമായ പഞ്ചസാര അടങ്ങിയ ശീതളപാനീയങ്ങളും എനർജി ഡ്രിങ്കുകളും ഒഴിവാക്കുക. വെള്ളം, നാരങ്ങ വെള്ളം, സംഭാരം അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ ദ്രാവകങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുക. ശക്തമായ വെയിലിൽ നിന്നുള്ള ചൂട് കുറയ്ക്കാൻ വസ്ത്രധാരണം പ്രധാനമാണ്. അയഞ്ഞതും ഇളം നിറമുള്ളതുമായ വായുസഞ്ചാരമുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. തലമറയ്ക്കാൻ തൊപ്പിയോ സ്കാർഫോ കുടയോ ഉപയോഗിക്കുക. കണ്ണുകളെ വെയിലിൽ നിന്ന് കാക്കാൻ സൺഗ്ലാസുകൾ ധരിക്കാം. തുറന്ന ചർമ്മത്തിൽ സൺസ്ക്രീൻ പുരട്ടുക. പുറത്ത് ജോലി ചെയ്യുമ്പോൾ ഈ സൺസ്ക്രീൻ പുരട്ടുന്നത് ഓരോ മണിക്കൂറിലും ആവർത്തിക്കുക. ചൂട് മൂലമുള്ള അസ്വസ്ഥതകളുടെയും സൂര്യാഘാതത്തിന്റെയും ആദ്യ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കണം. കഠിനമായ വിയർപ്പ്, അമിതമായ ദാഹം, തലവേദന, തലകറക്കം എന്നിവ സാധാരണ ലക്ഷണങ്ങളാണ്. ചർമ്മം ചൂടാകുക, വരണ്ടതാകുക, ചുവന്നു തുടുക്കുക എന്നിവയും വരാം. ചിലർക്ക് ആശയക്കുഴപ്പമോ അസാധാരണമായ ക്ഷീണമോ ഉണ്ടാകാം. വേഗത്തിലുള്ള ശ്വാസം, അതിവേഗ നാഡിമിടിപ്പ്, ബോധക്ഷയം എന്നിവ കണ്ടാൽ അടിയന്തര വൈദ്യസഹായം തേടണം. ആർക്കെങ്കിലും ഗുരുതരമായ ലക്ഷണങ്ങൾ കണ്ടാൽ വേഗത്തിലും ശാന്തമായും പ്രതികരിക്കുക. ഉടൻ തന്നെ തണലുള്ള സ്ഥലത്തേക്കോ തണുപ്പുള്ള മുറിയിലേക്കോ മാറ്റുക. കിടത്തി മുറുകിയ വസ്ത്രങ്ങൾ അയച്ചിടുക. കഴുത്ത്, കക്ഷം, തുടയിടുക്ക് എന്നിവിടങ്ങളിൽ തണുത്ത നനഞ്ഞ തുണികൾ വെക്കുക. പൂർണ്ണ ബോധമുണ്ടെങ്കിൽ അല്പാൽപമായി വെള്ളം നൽകുക. ഉടൻ തന്നെ അടിയന്തര സേവനങ്ങളെ വിളിച്ചറിയിക്കുക. ഇന്ത്യയിലെ ഈ കഠിനമായ ഉഷ്ണതരംഗങ്ങളിൽ ചില വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ വേണം. വെളിയിൽ ജോലി ചെയ്യുന്നവർ, ട്രാഫിക് പോലീസ്, ഡെലിവറി ജീവനക്കാർ, നിർമ്മാണ തൊഴിലാളികൾ എന്നിവർ ഇതിൽപ്പെടും. ഹൃദ്രോഗമോ പ്രമേഹമോ വൃക്കരോഗങ്ങളോ ഒക്കെ ഉള്ളവർക്ക് സൂര്യാഘാതത്തിനുള്ള സാധ്യത കൂടുതലാണ്. ഗർഭിണികളും ജലം നഷ്ടപ്പെടുത്തുന്ന മരുന്ന് കഴിക്കുന്നവരും ചൂട് മുന്നറിയിപ്പ് സമയത്ത് അതീവ ജാഗ്രത പുലർത്തുക. കഠിനമായ ചൂടുള്ള സാഹചര്യങ്ങളിൽ തൊഴിലുടമകൾ ജോലി സമയം ക്രമീകരിക്കണം. കഠിനമായ ജോലികൾ സാധിക്കുമെങ്കിൽ തണുപ്പുള്ള സമയങ്ങളിലേക്ക് മാറ്റുക. തണലുള്ള വിശ്രമ സ്ഥലങ്ങളും ശുദ്ധമായ കുടിവെള്ളവും ജോലി സ്ഥലത്ത് ഉറപ്പാക്കണം. വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇടയ്ക്കിടെ ചെറിയ ഇടവേളകൾ നൽകുക. ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങളെക്കുറിച്ച് എല്ലാ ജീവനക്കാർക്കും വ്യക്തമായ വിവരങ്ങൾ നൽകണം. വേനൽക്കാലത്ത് ശരീര താപനില നിയന്ത്രിക്കുന്നതിന് ഭക്ഷണ രീതികൾക്കും പ്രാധാന്യമുണ്ട്. ദിവസം മുഴുവൻ ചെറുതും ലഘുവായതുമായ ഭക്ഷണം കഴിക്കുക. തണ്ണിമത്തൻ, വെള്ളരി, ഓറഞ്ച് തുടങ്ങിയ ജലാംശം കൂടുതലുള്ള പഴങ്ങൾ തിരഞ്ഞെടുക്കുക. ഉച്ചയ്ക്ക് കനത്തതും എരിവുള്ളതും എണ്ണമയമുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഉഷ്ണതരംഗങ്ങളിൽ നിർജ്ജലീകരണം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ മദ്യപാനം നിയന്ത്രിക്കണം. ഓരോ വേനൽക്കാലത്തും ഇന്ത്യയിലെ പ്രാദേശിക ആരോഗ്യ വകുപ്പുകൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കായി വിശ്വസനീയമായ വാർത്താ ഉറവിടങ്ങളും ഔദ്യോഗിക ആപ്പുകളും വഴി അറിയുക. സ്കൂൾ സമയക്രമം, പൊതുപരിപാടികൾ എന്നിവ സംബന്ധിച്ച ഉപദേശങ്ങൾ പാലിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, തണൽ തേടുക, വിശ്രമിക്കുക തുടങ്ങിയ ലളിതമായ പ്രതിരോധ നടപടികൾ സൂര്യാഘാതം തടയും. ജനങ്ങളുടെ അവബോധം കഠിനമായ ചൂടുകാലത്ത് സുരക്ഷിതമായ സമൂഹങ്ങൾക്ക് വഴിയൊരുക്കും.